ഇന്ന് നമ്മൾ ബാക്കും പൈസ കളിക്കാൻ പോണത്. ലാസ്റ്റ് സെറ്റാണ്. ഫസ്റ്റ് നമ്മൾ വാമപ്പ് എടുത്തു, പുള്ളപ്പ് എടുത്തു, ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പോൾ വെർട്ടിക്കൽ പുള്ള് കഴിഞ്ഞു. വെർട്ടിക്കൽ പുള്ള് കഴിഞ്ഞാൽ പിന്നെ നമുക്കില്ലേ ഹൊറിസോണ്ടൽ പുള്ളാണ്. ഈ ഒരു ഹൊറിസോണ്ടൽ പുള്ള് നമ്മൾ അപ്പർ ബാക്ക് ഫോക്കസ് ആയിട്ട് ചെയ്യും. ഈ സ്ട്രാപ്പ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഗ്രിപ്പ് കിട്ടും, നല്ലോണം കിട്ടും. മറ്റേ നമുക്ക് ഗ്രിപ്പ് ഇല്ലാതെ നമുക്ക് ഫോർ ആംസ് പെട്ടെന്ന് പെയിൻ വന്നാണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് ആ ഒരു ബാക്കിന് ഫുൾ ടെൻഷൻ വരുന്ന മുമ്പേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സ്ട്രാപ്പ് യൂസ് ചെയ്യുന്നത്. സ്ട്രാപ്പ് യൂസ് ചെയ്യുക, ഇത് എടുത്തിട്ട് ബാക്ക് എടുക്കുക. ഫ്രണ്ടിൽ കളിച്ചിട്ട് കാര്യമില്ല. ബാക്ക് എന്നിട്ട് ചെസ്റ്റ് പൊക്കിയിട്ട് ഫുൾ സ്ട്രെച്ച് ചെയ്യുക, വലിക്കുക, ഹോൾഡ് ചെയ്യുക, എല്ലാം ഇടുക. 3 4 5 6 അപ്പോൾ അടുത്ത് ലോവർ ലാച്ചിനിലാണ്. ലോവർ ലാച്ചിൻ നമ്മൾ ക്യാബിൾ കൊണ്ട് ചെയ്യുമ്പോൾ ചെസ്റ്റ് പൊക്കുക, ബാക്ക് സ്ട്രൈറ്റ് ആയി വെക്കുക. എന്നിട്ട് ഷോൾഡർ ഒരിക്കലും പൊക്കി വലിക്കാൻ പാടില്ല. ഷോൾഡർ താഴ്ത്തിയിട്ട് ചെസ്റ്റ് പൊക്കിയിട്ട് എന്നിട്ട് നമ്മൾ അടിവയർമൊക്കെ വലിക്കുക. അതായത് ഈ ലെവലിക്ക് ഫുള്ള് വിടുക, വലിക്കുക. അപ്പോൾ ഈ ലെവലാണ് എടുക്കാൻ. അപ്പോൾ തന്നെ മറ്റേ ചെയ്യുക. ബാക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ലോഡ് ആയിക്കണേ. നമ്മൾ ദിവസം പോസ് ചെയ്ത് നോക്കി. അടുത്ത നമ്മൾ ലാസ്റ്റ് ആ ലാച്ച് ഫുള്ള് ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുള്ളോറാണ് ചെയ്യാൻ പോകുന്നത്, കേബിളിലാണ് ചെയ്യുന്നത്.
മൈക്കൊക്കെ മറന്നു, അവിടെ പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ടാവില്ല. എന്തായാലും നമ്മൾ കേബിൾ ഫുൾ ഓവർ അടിച്ചു, ബാക്ക് ഫുൾ ഓടായി. അപ്പോൾ നമ്മൾ വന്നിട്ട് സൂപ്പർ സെറ്റ് ആയിട്ട് ലോവർ ബാക്കിങ് കളിക്കുകയാണ്. ഞാനത് അധികം കളിക്കാത്ത കളിയാണ്, ചെന്ന് ആഡേ എഴുതി. ഇത് താഴത്തേക്ക് പോയിട്ട് ബോൾ സ്ട്രൈറ്റ് ആക്കുക, ഹോൾഡ് ചെയ്യുക, മെല്ലെ വിടുക, ഹോൾഡ് ചെയ്യുക, മെല്ലെ വിടുക. കുറേ പേര് ഇങ്ങനെ ആടി ആടി കളിക്കലുണ്ട്. പക്ഷെ നമ്മളിത് ചെയ്യേണ്ടത് സ്ലോ ആയിട്ട് ഇതെല്ലാം ചെയ്യേണ്ടത്. അധികം വെയിറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഇവിടെ ലോവർ ബാക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യാം. ബൈസെപ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ബൈസെപ്സ് നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇംഗ്ലൈങ്കിളാണ് ചെയ്യാൻ പോണത്. ഒന്നെങ്കിൽ 2 കൈ കൊണ്ട് ഇതേപോലെ ചെയ്യുക, അല്ലെങ്കിൽ സിംഗിൾ ആം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ആമാണ്. അപ്പോൾ ഈ ലെവലിൽ ചെയ്യുമ്പം ബൈസെപ്സ് സ്ട്രെച്ച്ഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ബൈസിന് രണ്ടാമത്തെ കളിയാണ്. സ്പൈഡർ കേൾ കൈ ഫ്രണ്ടിലേക്ക് വെക്കാം. നേരത്തെ നമ്മൾ സ്ട്രെച്ച് പൊസിഷനാണ് ഇതിൻ്റെ നമ്മൾ ഫ്രണ്ടിലേക്കാണ് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ പൊക്കും, ഹോൾഡ് ചെയ്യും, എല്ലാം വിടും. അധികം വെയിറ്റ് ഒന്നും വേണ്ട, ചെറിയ വെയിറ്റ് തന്നെ കറക്റ്റ് ഫോക്കസ് ചെയ്യാം. 3 4 5 6 അപ്പം തന്നെ സൂപ്പർ സെറ്റ് ആയിട്ട് നമ്മൾ ഹാമർ കേൾ ചെയ്യും. ഹാമർ കേൾ നേരെ ചെയ്യല്ല, ഉള്ളിലേക്ക് ചെയ്യാൻ പോണത്. ഫ്രണ്ട് ക്ലീൻ ചെയ്യുക, എന്നിട്ട് ഈ ലെവൽക്ക് കളിക്കണം. ബൈസ് കഴിഞ്ഞു, ഇനി 4 ആംസ് ആണ്. ഇന്നലെ ട്രൈസാൻ ലോഡായി ഇറക്കുന്നുണ്ട്. ബൈസ് കഴിഞ്ഞു, അടുത്ത 4 ആംസ് ആണ്. 4 ആംസ് നമ്മൾ ആ റിവേഴ്സ് കേൾ ചെയ്യും. അപ്പം നമ്മൾ തിരിഞ്ഞു നിന്നിട്ട് റിസ്ട്രോസും ചെയ്തു. ഫസ്റ്റ് നമുക്ക് റിവേഴ്സ് കേൾ ചെയ്യുക, റിസ്റ്റ് വെക്കുക, ഇതുവരെ വന്നാൽ മതി. ഫുള്ളായിട്ട് പൊക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ സൂപ്പർ സെറ്റ് ആയിട്ട് നമ്മൾ വെയിറ്റ് കൂട്ടിയിട്ട് തിരിഞ്ഞ് വെക്കുക.
ഡിസ്റ്റോർഷൻ ചെയ്യും. ഫുള്ള് വിടുക. ഇപ്പം വർക്കൗട്ട് കഴിഞ്ഞ്, വർക്കൗട്ട് കഴിഞ്ഞ കുറച്ച് നേരമായി. അതുകൊണ്ട് നമുക്ക് പമ്പ് വന്ന് കുറഞ്ഞേക്കണേ. പക്ഷെ എന്നാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, നമുക്ക് പോസ് ചെയ്ത് നോക്കാം. ഇപ്പം വരാം. ഇപ്പം ഇന്നലെ ചെസ്റ്റിനും ട്രൈസിനും പമ്പ് എപ്പോഴും ഉണ്ട്. ട്രൈസിന് ഫുൾ ഓർഡറാണ്. അതുകൊണ്ട് ആംസിന് സൈസ് കാണിക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും ബൈസെപ്സ് പിടിച്ച് നോക്കാം. ഫ്രണ്ട് ഡബിൾ ബൈസെപ്സ്. ബാക്ക് പോസ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബാക്കിന് പമ്പ്. അപ്പോൾ ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ ബാക്കും ബൈസും കഴിഞ്ഞു. അടുത്ത് നാളെ നമുക്ക് ലെഗും ഷോൾഡറാണ്. അപ്പോൾ അവിടെ കാണാം. ഓക്കെ, ബൈ.